ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. 1 യോഹന്നാൻ 5:4 വായിച്ചാട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. മതിയല്ലോ. തികച്ചും ഏകാഗ്രതയോടെ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നാം ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിൽ, കാലത്തിൻ്റെ കടശി ദിനങ്ങളിൽ, ചരിത്രത്തിൻ്റെ ഒടുവിലത്തെ പേജുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം എത്തി നിൽക്കുന്ന കാലം മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ യുഗത്തിൻ്റെ സമാപന ദിവസങ്ങളാണ്. വിശുദ്ധ ബൈബിൾ യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഈറ്റുനോവ് കിട്ടുന്ന കാലം, മാനവജാതിയുടെ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടുന്ന കാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രാവചനിക പ്രയോഗമുണ്ട്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, ഈ 3 അധ്യായങ്ങളിൽ യുഗാന്ത്യ സംഭവങ്ങളെ സംബന്ധിച്ച് യേശു വിശകലനം ചെയ്യുമ്പോൾ പറഞ്ഞ് തേഞ്ഞ് മൂർച്ച പോയതുപോലെ തോന്നുന്ന ഒരു വാക്യമുണ്ട്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയും ഈ നോവിൻ്റെ ആരംഭമത്രേ എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ ചരിത്രത്തിന് ബർത്ത് പെയിൻ തുടങ്ങുന്ന ഒരു നിർണായക സംഭവത്തെ യേശു ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായിരുന്നു ആ സംഭവം? കർത്താവ് പറയുന്നത്, ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ അതിൻ്റെ പുറകിൽ അണിചേരുന്ന സംഭവ വികാസങ്ങളുടെ യുദ്ധം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ തുടക്കം കുറിക്കുമ്പോൾ അത് മാനവജാതിയുടെ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളണം. നിങ്ങൾ ഓർക്കുക, കായിൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധമുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. എന്നാൽ ജാതി ജാതിയോടെ ഏറ്റുമുട്ടിയതിന് ശേഷം 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഈ ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങത്തോട് പോലെയുള്ള പച്ചപ്പട്ട് വിരിച്ച ഭൂമിയിലെ സകല രാജ്യങ്ങളും ഒരുപോലെ ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിൽ അണിചേർന്ന ഒരു യുദ്ധം. അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 1, 2 ലോകമഹായുദ്ധങ്ങളാണ്. നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ നടന്നു. 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ കൊല്ലപ്പെട്ടു. 2-ാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ നടന്നു. 550 ലക്ഷം പേർ, 5.5 കോടി പേർ കൊല്ലപ്പെട്ടു. 5.5 കോടി പേരെ കൊന്നുമുടിച്ച 2-ാം ലോകമഹായുദ്ധം കൊണ്ട് മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിൽ അണിചേരുന്ന ഒരു മഹായുദ്ധം ചരിത്രത്തിലുണ്ടാകും. എൻ്റെ മുൻപിലിരിക്കുന്ന ചരിത്രപടുക്കൾ, ചരിത്രം ഗ്രഹിച്ചിട്ടുള്ളവർക്കറിയാം, ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ തൻ്റെ ഭാര്യ സോഫിയോടൊപ്പം അവരുടെ വിവാഹത്തിൻ്റെ 14-ാമത്തെ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് യാത്രയാകുകയാണ്. ആ യാത്രയ്ക്കിടയിൽ ഒരു വിപ്ലവകാരി ഒരു ഗ്രാനൈഡ് എടുത്ത് എറിയുകയും ഏതാണ്ട് 65ഓളം അംഗരക്ഷകർ മുറിവേറ്റ് വീഴുകയും ചിലർ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടെ ഫെർഡിനാൻഡോ തൻ്റെ കാർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിട്ടു. ഒരു വഴിവക്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ വിപ്ലവകാരിയായിരുന്നു നിന്നത്. അദ്ദേഹം തോക്കെടുത്ത് ഫെർഡിനാൻഡോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരുടെ വിവാഹത്തിൻ്റെ 14-ാം വാർഷികത്തിൽ വെടിവെച്ചു കൊന്നു. അങ്ങനെ രക്തത്തിൽ കുളിച്ചാലിംഗനബദ്ധരായി ഈ മണ്ണിനോട് വിട പറയുന്ന ഫെർഡിനാൻഡോയുടെയും ഭാര്യയുടെയും ആ മരണ വാർത്ത അറിഞ്ഞതോടെ ഒരു ജാതി മറ്റൊരു ജാതിയോട് ഏറ്റുമുട്ടി ലോകത്തിലെ രാജ്യത്വങ്ങൾ മുഴുവൻ ഇതിൻ്റെ പുറകിൽ അണിചേർന്നു. മാനവജാതിയുടെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ഘോരമായ 1-ാം ലോകമഹായുദ്ധത്തിന് തിരശ്ശീല ഉയർന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് മനുഷ്യവർഗത്തിന് ബർത്ത് പെയിൻ ആരംഭിച്ചു. നമുക്കറിയാം, ഒരമ്മയുടെ പ്രസവവേദന അത് ഒരുമിച്ചല്ല വരുന്നത്. പ്രസവവേദന പെട്ടെന്ന് വന്ന് ജന്മം നടക്കുകയല്ല. ഒരു വേദന വന്നു, ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, വീണ്ടും ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, അവസാനം അതൊരു ജന്മത്തിൽ അവസാനിക്കുന്നു. ഇതെങ്കിൽ മാനവജാതിയുടെ ചരിത്രത്തിന്
വേദന തുടങ്ങുന്ന യുദ്ധം മനുഷ്യവർഗത്തിൻ്റെ കൺമുൻപിൽ നടക്കുകയും അതേ തുടർന്ന് ഈ കൃപായുഗത്തിൻ്റെ സന്ധ്യയിൽ രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പാർസിയർ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, പാർസികൾ, പേർഷ്യ, ഇറാൻ മുതൽ ഉള്ള പൗരസ്ത്യ പാശ്ചാത്യ ശക്തികൾ ഒരുമിച്ച് മധ്യപൂർവ പ്രദേശത്ത് യുദ്ധരംഗത്തെ കണിനിരക്കുമ്പോൾ ബൈബിൾ പ്രവചനമനുസരിച്ച് അടുത്ത മഹായുദ്ധത്തിൻ്റെ ശംഖുനാദം ഉയരുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുകയും ചെയ്യും എന്ന് വരെ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവചിച്ച ഒരു കറുത്ത കാലത്തേക്ക് മനുഷ്യവർഗം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾക്ക് ഉറപ്പാണ്: ഈ കാലം സാധാരണ കാലമല്ല. യേശുവിൻ്റെ മടങ്ങി വരവിന് തൊട്ടു മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് എൻ്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. ഇതൊരു യുഗത്തിൻ്റെ സന്ധ്യയാണ് പ്രിയരേ. ഈ പ്രത്യേക കാലഘട്ടം വിശ്വാസത്യാഗത്തിൻ്റെ കാലം കൂടെയാണ്. യേശുവിൻ്റെ മടങ്ങിവരവിന് തൊട്ടടുത്ത് സംഭവിക്കുന്ന ആത്മലോകത്തിലെ പ്രതിഭാസത്തെ സംബന്ധിച്ച് തെസ്സലോനിക്യ ലേഖനത്തിലൊരു പ്രയോഗമുണ്ട്. മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കുകയും പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. ഒരു കറുത്ത കാലത്തിൻ്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര ഈ മണ്ണിൽ പെയ്തിറങ്ങുമ്പോൾ അതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത്തെ രംഗം വിശ്വാസത്യാഗമാണ്. വിശ്വാസത്യാഗം ആർക്കാണ്? വിശ്വാസത്യാഗം വിശ്വാസ സമൂഹത്തിനാണ്. നിങ്ങൾ ഓർക്കുക, വില്യം ബൂത്ത് പിറക്കാൻ പോകുന്ന നൂറ്റാണ്ടിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതുപോലെ, പിറക്കാൻ പോകുന്ന നൂറ്റാണ്ട് ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വത്തിൻ്റെ, അനുതാപമില്ലാത്ത വീണ്ടും ജനനത്തിൻ്റെ, നരകമില്ലാത്ത സ്വർഗം പ്രസംഗിക്കുന്നതിൻ്റെ, പാപമോചനമില്ലാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിൻ്റെ കപട ആത്മീയതയുടെ കാലമായിരിക്കും എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ, കണ്ണുനീരില്ലാത്ത ആത്മീയത ഉയരുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ നമ്മെ തോൽക്കാൻ വിളിച്ചവരല്ലവൻ, നമ്മെ ജയിക്കാൻ വിളിച്ചവരാണ്. ഇന്ന് രാത്രി എനിക്കൊരു ജയാളിയാകണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി ഒരു നിമിഷം വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഈ തലമുറയ്ക്ക് നടുവിൽ എനിക്കൊരു ജയാളിയാകണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇന്ന് രാത്രി ഓർക്കുക, ഏത് സമയത്തും ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ മരണം നമ്മുടെ കൺമുൻപിൽ വരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒന്നാം മരണത്തെയാണോ ഭയം? രണ്ടാം മരണത്തെയാണോ ഭയം? ഒന്നാം മരണത്തെയാണോ ഭയം? രണ്ടാം മരണത്തെയാണോ ഭയം? നമുക്ക് രണ്ടാം മരണത്തെയാണ് ഭയം. അതാണ് ബൈബിൾ നമ്മെ ഉറപ്പിച്ചു പറയുന്നത്. ഇവിടെ ഏറ്റവും ഗൗരവമായ ചിന്തയിലേക്ക് വരികയാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുക, അവൻ ലോകത്തെ ജയിക്കും. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഈ വിഷയം സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിശകലനമുണ്ട്. അവിടേക്ക് വിശദീകരിച്ച് കിടക്കുന്നില്ല, മുൻപിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നമുക്കറിയാം, ഭക്തി കൊണ്ട് പരീശത്വവും വാർദ്ധക്യം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും നേടിയ ഒരു ഭഗവത് ഭക്തൻ നിക്കോദീമോസ് ഒരു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ അവൻ വന്ന വഴിക്ക് തന്നെ ശ്ലാഘിച്ചു. ഗുരു, നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം ഞാൻ ഒറ്റയല്ല, എൻ്റെ പുറകിൽ വേറെ ആളുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ കാണുന്ന അത്ഭുതമൊന്നും ചെയ്യാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. അടുത്തതായി, ഈ രാത്രിയുടെ മറവിൽ പതുങ്ങിയെത്തിയിരിക്കുന്ന ഈ ഉപദേഷ്ടാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്, മനസ്സിൻ്റെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല.
ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അതികായക, ന്യായപ്രമാണം കമ്പോട് കമ്പ് മനഃപ്പാടമാക്കിയ വേദപണ്ഡിത, സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും പൊതുജനനം എന്നൊന്ന് നടക്കുന്നില്ലെങ്കിൽ നീ നിത്യതയിലെത്തില്ല. അങ്ങനാണെങ്കിൽ യേശു ഈ ചോദ്യ ഉത്തരം പറയാൻ കാരണം ഇവന്റെ ഉള്ളിലൊരു ചോദ്യത്തോടെയാണ് എത്തിയത്. എന്താ ചോദ്യം? ഗുരു, മോക്ഷം പ്രാപിപ്പാൻ, സായുജ്യമണയാൻ, പരമാത്മാവിലെത്താൻ, നിത്യത പോകാൻ എന്തുണ്ട് ഗുരു ഒരു മാർഗം? എടുത്ത വായിൽ കർത്താവ് മുഖത്തു നോക്കി പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്താണ് പുതുതായി ജനിക്കുക? ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊതുജനനം അത് മതപരിവർത്തനമല്ല. പൊതുജനനം അത് വിശ്വാസ പ്രമാണം അംഗീകരിക്കലല്ല. പൊതുജനനം അത് മാമോദീസയല്ല. പൊതുജനനം അത് വിശ്വാസ സ്നാനവും അല്ല. ദൈവവചനം എന്ന കെടാത്ത ബീജം ഹൃദയത്തിൻ്റെ ഗർഭപാത്രത്തിൽ കർണം വഴി പതിക്കുമ്പോൾ പരിശുദ്ധ റൂഹ നിന്റെ മേൽ നിഴൽ മൂടി വ്യാപരിക്കുന്ന വേളയിൽ പാപബോധത്തോടെ അലറിക്കരയുന്ന നിന്റെ അകത്ത് സ്വർഗം നടത്തുന്ന ജനന പ്രക്രിയയാണ് പുതുജനനം. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. പുതുജനനം. ഈ പുതുജനനം പുതുതായി ജനിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർക്കുക, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മണ്ണിലേക്ക് പിറന്ന ജനനം ഈ മണ്ണിൽ ജീവിക്കാൻ കരുത്തു പകർന്നെങ്കിൽ വിണ്ണിലേക്ക് പറന്നു കയറാൻ നിന്നിൽ നിത്യജീവന്റെ കരുത്തു പകരുന്ന ഒരു ജനനം. നമുക്കറിയാം എങ്ങനെയാ ജനനം നടക്കുന്നത്. 9 മാസം 9 നാഴിക 9 വിനാഴിക ഒരമ്മയുടെ ഗർഭലായിനിയിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞ് ഗർഭപാത്രം ചുരുങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളും. ഇതുവരെ അറിയാത്ത കുളിര്, ഇതുവരെ കേൾക്കാത്ത ശബ്ദം, ഇതുവരെ അറിയാത്ത അന്തരീക്ഷം. ഈ സമയം ഈ കുഞ്ഞ് ചിരിക്കുമോ കരയുമോ? എന്തോ ചെയ്യും? കരയും. കരഞ്ഞില്ലെങ്കിൽ കരയിപ്പിക്കും. തോളെ കൈയിട്ട് സ്റ്റേജിന്റെ മുൻപിൽ ചെന്ന് വരപ്രാപ്തൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിന്ന് സമർപ്പിച്ചേച്ചു പോകുന്നതല്ല വീണ്ടും ജനനം. സ്വന്തം തെറ്റുകളോർത്ത് അലറിക്കരയത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ആ വിലപ്പെട്ട രംഗത്ത് അകത്ത് നടക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ അപ്പന്റെ മകനായി നീ പിറക്കുമ്പോൾ അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ അപ്പന്റെ മകനായി നീ മാറുന്നു. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് രജിസ്റ്ററിൽ നിന്റെ പേര് വരുന്നെങ്കിൽ അവിടുത്തെ ജനനത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരുന്നു. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ അപ്പന്റെ അത് രക്തത്തിൽ നിന്ന് പിറക്കുമ്പോൾ അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ രക്തത്തിൽ നിന്ന് പുത്രന്റെ രക്തത്തിൽ നിന്ന് പിറക്കുന്നു. ഇവിടുത്തെ ജനനത്തിൽ മണ്ണിലേക്ക് വരാൻ നിന്റെ മേൽ ജീവൻ വ്യാപരിക്കുന്നെങ്കിൽ അവിടുത്തെ ജനനത്തിൽ വിണ്ണിലേക്ക് പറക്കാൻ നിന്റെ മേൽ നിത്യജീവൻ വ്യാപരിക്കുന്നു. ആ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം കേട്ടാൽ അറിയാം. ആ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ കണ്ടാൽ അറിയാം. ആ വീണ്ടും ജനനം പ്രാപിക്കാതെ ആത്മീയതയുടെ താളത്തിനൊത്ത് കൊട്ടിത്തുള്ളുന്ന ഒരു തലമുറയായിട്ടല്ല, അനുതാപത്തിന്റെ കണ്ണുനീർ കണങ്ങൾ ഒഴുക്കിക്കൊണ്ട് വീണ്ടും ജനനം അനുഭവിച്ച ദൈവമക്കൾ ആ പ്രാപിച്ച വീണ്ടും ജനനം ഓർത്തിട്ട് വിളിച്ചു പറയണം, ഞങ്ങളുടെ ഉണർവ് ആരംഭിച്ചത് വിശ്വാസത്തിന്റെ സ്റ്റേഡിയത്തിലെ ഓട്ടം തുടങ്ങിയത് ഈ വീണ്ടും ജനനം എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ മാറ്റം വ്യക്തിയിൽ തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പറങ്ങാണ്ടിയും ചക്കക്കുരുവും തേങ്ങായും ഒരുമിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ വളർച്ചയുടെ തുടക്ക സമയം ആ മണ്ണിൻ്റെ മുകളിൽ മുളപൊട്ടി ഉയരുന്ന ആ നാമ്പിലേക്ക് നോക്കിയാൽ വിവരമുള്ളവൻ പറയും ഇത് പറങ്ങാണ്ടിയുടെ നാമ്പാണ്.
ഇത് തെങ്ങിൻ്റെ നാമ്പാണ്, ഇത് ചക്കക്കുരുവിൻ്റെ നാമ്പാണ്. അകത്ത് പോയ വിത്തേതാണെന്ന് മുളയിലറിയാമെങ്കിൽ, സ്തോത്രം, വീണ്ടും ജനനമെന്ന ജന്മപ്രക്രിയ ഏതപ്പനിൽ നിന്ന് ജനിച്ചോ ആ അപ്പന്റെ ജന്മ സ്വഭാവം ഒരു ദൈവപൈതലിൽ വെളിപ്പെട്ടു വരുമ്പോൾ മനസ്സിലാകും, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ വീണ്ടും ജനിച്ച ദൈവപൈതലാണ്. സ്തോത്രം. അപ്പോൾ അപ്പന്റെ പ്രകൃതി ഒട്ടും വെളിപ്പെടുത്താത്ത പൈശാചിക പ്രകൃതി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, ഈ ചിന്താ സ്വഭാവത്താൽ ഭരിക്കപ്പെടുകയും വീണ്ടും ജനനം പ്രാപിച്ചതെന്ന് അഭിനയിക്കുകയും ചെയ്തെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ നീ കള്ളനാകുന്നു. ബൈബിൾ ഉറപ്പിച്ചു പറയുന്ന സന്ദേശം നിങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനം എന്ന ജനന പ്രക്രിയ ഓർക്കുക, അതിലേക്കാണ് ഒരു ജയാളിയുടെ ജീവിതത്തെ ദൈവാത്മാവ് നയിക്കുന്നത്. ആരും കൂട്ടിന് വേണ്ട, സഹായത്തിന് ആരും വേണ്ട, ജയിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ആന്തരിക ശക്തി അവനെ മുൻപോട്ട് നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പാമ്പ് പടം പൊഴിക്കും, പടം പൊഴിച്ച് കഴിഞ്ഞും ഇതിൻ്റെ വിഷം എന്ന് പറയുന്നത് മാറില്ല. അതിൻ്റെ വിഷം അതിൻ്റെ രക്തസഞ്ചിക്കകത്തുണ്ടായിരിക്കും. സ്തോത്രം. നമുക്കറിയാം, വനാന്തരങ്ങളിൽ പാറയിടുക്കുകളിൽ ചെന്നിരുന്ന് ചില ദിവസങ്ങൾ വേർതിരിച്ച് തൂവലൊക്കെ കൊത്തിപ്പറിച്ച് കളഞ്ഞ് കഴുകൻ ബലം പുതുക്കും, പക്ഷേ അതിൻ്റെ ഇറച്ചിക്കൊതി മാറില്ല. ആത്മീയ ലോകത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാം, കഴുകൻ തൂവൽ കൊത്തിക്കളഞ്ഞിരുന്നത് പോലെയുള്ള ചില മാനസാന്തരങ്ങൾ. ചിലരുടെ വീണ്ടും ജനനത്തിന്റെ പ്രക്രിയ കണ്ടാൽ അത് പാമ്പ് പടം പൊഴിക്കൽ പോലെയാണ്. ഓർക്കുക, ഇന്നും വിഷസഞ്ചി മാറിയിട്ടില്ല, ഇന്നും ഇറച്ചിക്കൊതി പോയിട്ടില്ല. എന്നാൽ ഒരു കൊക്കൂണിനകത്തോട്ട് കയറിയിരിക്കുന്ന പച്ചപ്പുഴു വികൃതമാണെങ്കിലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കൊക്കൂൺ പൊട്ടിച്ച് പുറത്തു വരുന്ന സമയം അതിൻ്റെ വിരൂപമായ ശരീരം മനോഹരമായ ചിത്രശലഭമായി മാറിയിട്ട് അതിൻ്റെ വികൃതമായ വായ് തേനൂറ്റി കുടിക്കുന്ന ചുണ്ടായി മാറുമ്പോൾ അത് കേവലം സാധാരണ മാറ്റമല്ല, അത് അടിമുടി മാറ്റമാണ്. ഇതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്കറിയാം, നിന്നെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന വീണ്ടും ജനനം. ആ വീണ്ടും ജനനം അനുഭവിച്ച ദൈവപൈതൽ ലോകത്തെ ജയിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ഒരു ജയ ജീവിതത്തിലേക്ക് നാം നടത്തപ്പെടുന്നില്ലെങ്കിൽ നാം അപകടത്തിന്റെ പാതയിലാണ്. നാം വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുകയും ഒപ്പം നിഗള സ്വഭാവം നമ്മിൽ ആധിപത്യം പുലർത്തുകയും ചെയ്താൽ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ചിത്രീകരണങ്ങളുണ്ട്. ഒന്ന്, നിഗള സ്വഭാവം ആധിപത്യം പുലർത്തുകയും ചെയ്യും. വീണ്ടും ജനിച്ചു, പക്ഷെ നിഗള സ്വഭാവം ആധിപത്യം പുലർത്തുകയും ചെയ്താൽ, വീണ്ടും ജനിച്ചു, അശുദ്ധി നിന്റെ ഉള്ളിൽ ആധിപത്യം പുലർത്തിയാൽ, വീണ്ടും ജനിച്ചു, ലൗകികാഹ്ലാദം നിന്നിൽ ആധിപത്യം പുലർത്തിയാൽ, വീണ്ടും ജനിച്ചു, അലസതയും അനുസരിപ്പാനുള്ള താല്പര്യമില്ലായ്മയും നിന്നിൽ ആധിപത്യം പുലർത്തിയാൽ, വീണ്ടും ജനിച്ചു, പകയും വെറുപ്പും ക്ഷമിക്കാത്ത സ്വഭാവവും നിന്നിൽ ആധിപത്യം പുലർത്തിയാൽ, വീണ്ടും ജനിച്ചു, പാമ്പിന്റെ പ്രകൃതമായ ഏദനിലെ സൗഭാഗ്യത്തിൽ മാനവകുലത്തിന്റെ ആദി മാതാപിതാക്കൾ കഴിയുമ്പോൾ അതിൽ സംതൃപ്തനാകാതെ അസൂയയുടെയും വഞ്ചനയുടെയും തെറ്റിദ്ധരിപ്പിക്കലിന്റെയും ഭാഷ ഒരു ഭക്തനിൽ നിന്ന് പുറത്തു വന്നാൽ വീണ്ടും ജനിച്ചു. പക്ഷേ വ്യക്തമായ പവിത്രത കൂടാതെ പണം വലിച്ചടിക്കത്തക്ക വിധത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ ആർത്തിയുടെ ആത്മാവ് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയാൽ വീണ്ടും ജനിച്ചു. പച്ചക്കള്ളം പറയുന്ന സ്വഭാവം നിന്റെ മേൽ ആധിപത്യം പുലർത്തിയാൽ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ സ്വഭാവങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു വ്യക്തി ആരായാലും ഓർക്കുക, നീ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചിട്ടില്ലെന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് രാത്രി ഓർക്കുക, വീണ്ടും ജനിച്ചതാണോ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാണോ? ആഴമായ ആത്മപരിശോധന ചെയ്യണം. വീണ്ടും ജനിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ പാപ സ്വഭാവങ്ങൾ ആധിപത്യം പുലർത്തുമ്പോൾ
ഇതുപോലെയാണ് ആ മനുഷ്യ ഹൃദയത്തിൻ്റെ നില. അവൻ്റെ ഉള്ളിൽ ഈ പാപ സ്വഭാവങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, കള്ളത്തിൻ്റെ സ്പിരിറ്റ് അവൻ്റെ മനസ്സിനെ ഭരിക്കുന്നു. അവൻ്റെ മനസാക്ഷി, അവൻ്റെ ഉള്ളിൽ നക്ഷത്രം കണ്ടില്ലേ, അത് ഇരുണ്ട് കഴിഞ്ഞിരിക്കുന്നു. സർവശക്തന്റെ കണ്ണുകൾ അവനെ നന്നായി കണ്ടുകൊണ്ട് ആ ദൃഷ്ടികൾ അതിൽ ചലിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന തങ്കപ്രാവ് അവന് പുറത്താണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവത്തിൻ്റെ ദൂതൻ അവന് പുറത്താണ്. അവൻ്റെ ഉള്ളിൽ മയിൽ എന്ന നിഗള സ്വഭാവം, ആട്ടുകൊറ്റൻ എന്ന അശുദ്ധിയുടെ സ്പിരിറ്റ്, പന്നി എന്ന ലൗകികാഹ്ലാദം, മാമ എന്ന അലസതയുടെ ആത്മാവ്, പുള്ളിപ്പുലി എന്ന ക്ഷിപ്രകോപത്തിൻ്റെ സ്പിരിറ്റ്, സർപ്പം എന്ന അസൂയയുടെ ആത്മാവ്, തവള എന്ന ആർത്തിയുടെ സ്പിരിറ്റ്. ഈ ഓരോ സ്പിരിറ്റിൻ്റെ പുറകിലും ഓരോ ആളത്വത്തിൻ്റെ പൈശാചിക ഭാവമുണ്ട്. നിങ്ങൾ മുൻപിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ രൂപത്തെയും കൊണ്ടുവരത്തക്ക വിധം അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഓരോ പൈശാചിക സത്വങ്ങളുണ്ട്. അവ മുഖാന്തരമാണ് ഇത് ഓപ്പറേറ്റ് നടക്കുന്നത്. കോപ സ്വഭാവത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. ലൈംഗിക അരാജകത്വത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. അസൂയയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. ഇത് ആ ഹൃദയത്തെ ആഴത്തിൽ ഭരിക്കുകയാണ്. ഞാൻ രാത്രി പറയട്ടെ, അങ്ങനെ ഈ മനസ്സിനെ ഭരിക്കുന്നതിൽ ഓരോ പാപത്തെക്കുറിച്ചും ഗ്രഹിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമത്തെ പാപം നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രാധാന്യമുള്ള പാപമാണ് നിഗളം. ശബ്ദം ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, നിഗളം. നിഗളമില്ലാത്തവരെല്ലാം കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാൽ അത് ഞാൻ സദസ്സിനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിഗളഭാവം ഉണ്ടാകാം, പക്ഷേ ഈ പാപത്തെ ഗൗരവമായി കാണുക. എന്താണ് നിഗളം? സകല രാഗങ്ങൾക്കും മൂലരാഗമെന്ന സപ്തരാഗമുണ്ടെങ്കിൽ സകല പാപങ്ങൾക്കും മൂലപാപമെന്ന ആദ്യപാപമുണ്ട്. അത് ഏതനിൽ തുടങ്ങിയ പാപമല്ല, അത് ദൂതനിൽ തുടങ്ങിയ പാപമാണ്. ഞാൻ ചോദിക്കുന്നു, ഏതനിൽ തുടങ്ങിയ പാപം അല്ലിത്? ദൂതനിൽ തുടങ്ങിയ പാപം, ദൂതനെ പിശാചാക്കി മാറ്റിയ പാപം. ആ പാപം ഏത് പാപമാണ്? നിങ്ങൾ തിരുവെഴുത്തിലേക്ക് വേഗം വരണം. എന്നോടൊപ്പം വളരെ വേഗം നമുക്ക് മുൻപോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. 1 തിമോത്തിയോസ് 3:6 പെട്ടെന്നൊന്ന് വായിച്ച് സഹായിക്കണം. 1 തിമോത്തിയോസ് 3:6 വായിച്ചാട്ടെ. 1 തിമോത്തിയോസ് 3:6. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ. അപ്പോൾ പിശാച്, ഇതിന്റെ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഏതാണ്? ഏത് പാപമാണ് സാത്താൻ ദൂതനെ സാത്താനാക്കി മാറ്റിയത്? പതിത ദൂത സഞ്ചയങ്ങളിൽ പ്രധാനിയായ ലൂസിഫറും സംഘവും സ്വർഗത്തെ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. നമുക്കറിയാം, അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും ചിത്രം നൽകുന്നുണ്ട്. ഞാനത് വായിപ്പിക്കുന്നില്ല. താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഡൂര്യം എന്നിത്യാദി രത്നങ്ങളാൽ നിന്നെ അണിഞ്ഞിരുന്നു. നീ അത് ധരിച്ചിരുന്നു. നീ അത് വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തപ്പെട്ടിരുന്നു. നീ അഗ്നിമയ രത്നങ്ങളുടെ മീതെ സഞ്ചരിച്ചു പോന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തരംഗം പ്രൈഡ് കൊണ്ട് അഥവാ നിഗളം കൊണ്ട് നിറഞ്ഞു. നിന്റെ ഉള്ളറയിൽ നിഗളം കയറി. എന്താ നിഗളത്തിന്റെ പ്രത്യേകത? ഞാൻ അത്യുന്നതന്റെ സിംഹാസനത്തിനു മീതെ സിംഹാസനം വയ്ക്കും. ഞാൻ ഉത്തരഗിരിയുടെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. മറയ്ക്കുന്ന കെരൂബേ, നീ വെട്ടേറ്റ് നിലത്തു വീണു. ഇന്ന് രാത്രി ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവന്റെ പതനം ഭയങ്കരമായിരുന്നു. നിഗളത്തിന്റെ സ്പിരിറ്റ് വ്യാപരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ദൈവത്തിന്റെ വിശിഷ്ട ദൂതൻ സാക്ഷാൽ പിശാചായി അധപ്പതിക്കുന്നു. ആ പോക്ക് എത്രമാത്രം താഴ്ചയിലേക്കാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകത്തിന്റെ 22 അധ്യായങ്ങളിൽ
സാത്താന്റെ ആഴത്തെ പറയുന്ന 20-ാം അധ്യായത്തിന്റെ ചിത്രം അവന് നൽകിയിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ അംഗവർണ്ണനയാണ്. 2-3 അധ്യായങ്ങളിൽ 7 സഭകളുടെ ചിത്രമാണ്. 4-ാം അധ്യായം എടുക്കപ്പെടുന്ന സഭയാണ്. 5-ാം അധ്യായം സ്വർഗീയ സദസ്സാണ്. 6-ാം അധ്യായം ഒരു മുദ്രിത ഗ്രന്ഥമാണ്. 7-ാം അധ്യായം ഒരു മുദ്രിത ഗണമാണ്. 8-ാം അധ്യായം കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരാണ്. 9-ാം അധ്യായം അധോലോക ജീവികളുടെ രംഗപ്രവേശനമാണ്. 10-ാം അധ്യായം മേഘമുടുത്ത ഒരു ദൂതന്റെ ചിത്രമാണ്. 11-ാം അധ്യായം 2 സാക്ഷികളുടെ വിശദീകരണമാണ്. 12-ാം അധ്യായം 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയും തീനിറമുള്ള ഒരു പൈശാചിക മൂർത്തിയുടെ സൈറ്റനിക് ട്രിനിറ്റിയുടെ പിതൃസ്ഥാനിയുടെ വിശദീകരണമാണ്. 13-ാം അധ്യായം എതിർ ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ രക്ഷിത ഗണത്തിൻ്റെ വിശദീകരണമാണ്. 15-ാം അധ്യായം ക്രോധകലശ പകർച്ചയാണ്. 16-ാം അധ്യായം അത് മുഖാന്തരം മധ്യപൂർവ്വ പ്രദേശം 3 പൊട്ടിക്കീറുന്ന അത്യുഗ്ര ഭൂകമ്പത്തിൻ്റെ വരെ വിശദീകരണമാണ്. ഇതിൽ ഒടുവിലത്തെ 16, 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവിൻ്റെ ചിത്രമാണ്. 19-ാം അധ്യായം 18-ാം അധ്യായം രാഷ്ട്ര ബാബിലോണിൻ്റെ ചിത്രമാണ്. 19-ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ ചിത്രമാണ്. 20-ാം അധ്യായം അന്ത്യന്യായവിധിയുടെയും 21-ാം അധ്യായം പുത്തനാം യെരൂശലേമിൻ്റെയും 22-ാം അധ്യായം ഭാവികാല നിത്യതയുടെയും വിശദീകരണമാണ്. ഇതിൽ 20-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിധിയുടെ സ്വഭാവം സാത്താൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അഗാധ കൂപത്തിൻ്റെ താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ ദൈവസന്നിധിയിൽ നിറങ്ങുന്നു. അവൻ സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ജാതികളെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ ചങ്ങലയിട്ട് പൂട്ടി ബന്ധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവസിംഹാസനത്തെ മറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കെരൂബ് വർഗത്തിൽപ്പെട്ട സിംഹാസനത്തിന് മുൻപിലെ ഇവന്റെ 1-ാമത്തെ സ്ഥാനം. വെളിപ്പാട് 12 വരുമ്പോൾ അവനെ ആകാശത്തിന്റെ അധികാരിയായി വ്യോമപാളയത്തിന്റെ 2-ാം ഭാഗത്തേക്ക് തള്ളിക്കളഞ്ഞ 2-ാമത്തെ താഴ്ച. വെളിപ്പാട് 12 ഒടുവിലത്തെ ഭാഗത്തിൽ സാത്താൻ മുഴു സൈന്യത്തോടെ ശക്തിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 3-ാമത്തെ രംഗം. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വരുമ്പോൾ മാനവജാതിയുടെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഭൂമിയുടെ ഗർഭത്തിലുള്ള അടികാണ കുഴിയിലേക്ക് ഇവനെ തള്ളിക്കളയുന്ന രംഗം. അതുവഴി അഗ്നിപ്പൊയ്കയിലേക്ക് താണ് 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 ഈ ഭൂമിയുടെ ആഴത്തിലേക്ക് ഇവൻ ഇറങ്ങുകയാണ്. എന്താണ് ഇവൻ കൊതിച്ചത്? ദൈവസിംഹാസന സ്ഥാനമാണ് കൊതിച്ചത്. പക്ഷേ ഉള്ളിൽ കത്തിജ്വലിച്ച നിഗളം എന്ന തന്തപ്പാപം, ഞാൻ അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ മൂലപാപമായ തന്തപ്പാപം അവനെ അടികാണ പാതാളത്തിലേക്ക് താഴ്ത്തി. എന്നാൽ ഇതിന് നടുവിൽ ഞാൻ ഒരുവനെ പരിചയപ്പെടുത്താം. അവന്റെ വീണ്ടെടുപ്പ് തുടങ്ങിയത് നിഗളത്തിലല്ല, അവന്റെ വീണ്ടെടുപ്പ് തുടങ്ങിയത് താഴ്മയിലാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് അവന്റെ താഴ്ചയിൽ തുടങ്ങിയെങ്കിൽ സാത്താന്റെ പതനം അവന്റെ നിഗളത്തിൽ ആരംഭിച്ചു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയെങ്കിൽ 1-ാമത്തെ പാപം, ആദ്യ പാപം, അത് നിഗളത്തിന്റെ പാപമാണ്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ നിഗളഭാവം ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കണം. പാപം പല ടൈപ്പുണ്ട്. അത് രഹസ്യ പാപമുണ്ട്, പരസ്യ പാപമുണ്ട്, മനഃപൂർവമായിട്ടുള്ള പാപമുണ്ട്, സ്വമേധാ പാപമുണ്ട്, നിത്യപാപമുണ്ട്, ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ട്. വിശദീകരിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാപം, ആയിരക്കണക്കിന് പാപതല്ലജങ്ങൾ പൊട്ടിവിരിയുന്ന ആദ്യ പാപം, അത് നിഗളം എന്ന പാപമാണ്. പ്രിയപ്പെട്ടവരെ,
ഈ രാത്രി നിങ്ങളെ തന്നെ ചിന്തിക്കുക. നമുക്കറിയാം ഈ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ പ്രത്യേകം കാഴ്ചയ്ക്ക് സൗന്ദര്യത്തിനൊന്നുമില്ല. എന്നാൽ ഈ ഗ്ലാസ്സിലേക്ക് ഒരു പുള്ളി കൂടെ ചേർത്താൽ ഈ ഗ്ലാസ്സിന് ഒരാകർഷണീയതയുണ്ടാകും. സർവശക്തനായ ദൈവം തൻ്റെ കരുത്തുറ്റ കരങ്കുലിയകൾ കൊണ്ട് കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി ഉണ്ടാക്കിയ, രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ മറ്റുള്ളവരുടെ മോഹദൃഷ്ടികൾ പതിയത്തക്ക വിധം നമ്മുടെ ശരീരത്തെ ദൈവഹിതത്തിനല്ലാത്ത വിധം അലങ്കരിച്ചണിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന നിഗളമായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയോട് തൻ്റെ മകൾ ഒരു മാല ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ഉപദേശി പറഞ്ഞു, തരാം മോളെ, പക്ഷേ ഒരു കാര്യം, മാല രാത്രി മുഴുവൻ നിന്റെ കയ്യിലും പകൽ മുഴുവൻ എൻ്റെ കയ്യിലും ഇരിക്കട്ടെ. എടുത്ത വായിൽ മോള് പറഞ്ഞെന്നാ പറയുന്നത്, പിന്നെന്തിനാ എനിക്ക്? അപ്പൊ എന്താ ഇതിൻ്റെ ഉദ്ദേശം? മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ശരീരത്തെ മോഹരൂപത്തിൽ പ്രദർശിപ്പിച്ച് അവരുടെ കണ്ണുകളെ എന്നിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിൽ എൻ്റെ ഉള്ളിൽ ഉരുവെടുത്തിരിക്കുന്ന ആ പാപത്തിൻ്റെ പിതൃപാപം നിന്റെ ഉള്ളിൽ ആധിപത്യം പുലർത്തുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ ശരീരത്തെ മരിപ്പിക്കാൻ കഴിയണം. കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകം രണ്ട് മണവാട്ടികളുടെ ചിത്രം പറയുന്നുണ്ട്. ഇതിൽ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ചിത്രം, എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ചിത്രത്തിനകത്ത് അവളുടെ വേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ചിത്രത്തിൽ പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി അവളുടെ വേശ്യാവൃത്തിയുടെ അധമമായ സ്വഭാവത്തെ വഹിച്ചുകൊണ്ട് മർമ്മം, മഹതിയാം, ഗ്ലോറി, മഹത്വം, ഗ്ലോറി, മഹത്വം, മഹതിയാം ബാബിലോൺ. അങ്ങനെയാണെങ്കിൽ അവളുടെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് പറയുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം അവളുടെ നീതിപ്രവർത്തികൾ തന്നെ. ഓർക്കുക, കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ ഭാവം വിനയമാണെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ഭാവം നിഗളമാണ്. ഇന്ന് കരമുയർത്തിപ്പിടിച്ചേ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തെയോ നിന്റെ ജീവിത ഭാവങ്ങളെയോ മറ്റുള്ളവരുടെ മുൻപിൽ മോഹരൂപത്തിൽ അവതരിപ്പിക്കത്തക്ക വിധത്തിൽ നിന്നിൽ ആധിപത്യം പുലർത്തുന്ന, നഖം മുതൽ തലമുടി വരെ ഭരിക്കുന്ന ആ നിഗളഭാവം ആധിപത്യം പുലർത്തുന്നെങ്കിൽ അത് ആദ്യ പാപത്തിൻ്റെ പിന്തുടർച്ചയാണ്. എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് എടുത്തുദ്ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് 16:15. എല്ലാവരും കൂടെ ചേർന്ന് വായിക്കണം. ലൂക്കോസ് 16:15 ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 16:15. ലൂക്കോസ് 16:15. ഇത് അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത്. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി പറയണം. സ്തോത്രം. പണ്ട് യാക്കോബപ്പച്ചൻ കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടത് കൊച്ചുമക്കളെല്ലാം കൂടെ കുത്തിയിരുന്ന് മാന്തിയെടുത്ത് ധരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം. ആഭരണധാരണത്തെ സംബന്ധിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത്യാവശ്യമാണ്. അത് കയ്യിലിരുന്നാൽ പ്രയോജനപ്പെടും. ഏത് ആഭരണം? ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കയ്യിലിരുന്നത് കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കേണ്ടി വന്നപ്പം പ്രയോജനപ്പെട്ടല്ലോ.
അതുപോലെ ഇത് അത്യാവശ്യം വരുമ്പം പ്രയോജനപ്പെടും. എന്നാൽ ഇന്ന് രാത്രി വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്യം നിങ്ങൾ ഗൗരവത്തോടെ അടിവരയിടണം. ഒന്ന് വായിച്ചേണ്ടി. അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ വായിച്ചോ, മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. അടുത്ത വാക്യം, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി എന്ന് പറയാമോ? മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പത്രേ. ഇന്ന് രാത്രി ഈ പ്രസന്റേഷനിൽ കാണുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജഡത്തെ ജയിക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന ആ നിഗളഭാവത്തെ മരിപ്പിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സെന്റ് അഗസ്റ്റിൻ്റെ പുറകിൽ സ്തോത്രം മ്ലേച്ഛമായ പാപപ്രവണതയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം അത് സ്വാധീനിക്കാൻ ചെന്ന പെൺകുട്ടിയോട് അഗസ്റ്റിൻ ഇത് ഞാനാണ്, അഗസ്റ്റിൻ ഇത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം അഗസ്റ്റിൻ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം. എന്താ പറഞ്ഞത്? പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി. ഇന്ന് രാത്രി ഓർക്കുക, എൻ്റെ നിഗള സ്വഭാവത്തെ മരിപ്പിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രിയെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. പോരാ പോരാ പോരാ, എല്ലാം നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒന്ന്, നിഗള സ്വഭാവം മരിക്കണം. ഏറ്റവും ശക്തമായി ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. ആ നിഗള സ്വഭാവത്തിന്മേൽ ജയമെടുക്കണം. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എൻ്റെ യേശുവിൻ്റെ താഴ്മ ധരിക്കത്തക്ക വിധം എൻ്റെ മേൽ വ്യാപരിക്കുന്ന നിഗളാത്മാവിനെ എനിക്കിന്ന് രാത്രി മരിപ്പിക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ രാത്രി, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രി, യേശുവിൻ്റെ സാന്നിധ്യം ഈ കൂടിവരന് മധ്യത്തിൽ തേജസ്സിൽ ഇറങ്ങി വന്നിരിക്കുന്ന രാത്രി, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊട്ടു പറയുന്നു, ഈ രാത്രി നിന്റെ നിഗളഭാവത്തിന്മേൽ ജയമെടുക്കാൻ ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. മാനവജാതിയുടെ ചരിത്രത്തിലേക്ക് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി ഇറങ്ങി വന്ന് സാക്ഷാൽ ദൈവം മനുഷ്യനായി വേഷമെടുത്തവൻ, ഈ ഭൂമിയിൽ ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശിഷ്യന്മാർ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് കയ്യിൽ പാത്രമെടുത്ത് തൻ്റെ വസ്ത്രം മാറ്റിവെച്ച് അരയിൽ തോർത്തെടുത്ത് അവരുടെ അതേ പൊടി പിടിച്ച പാദങ്ങളെ കഴുകത്തക്ക വിധം അവരിൽ വെളിപ്പെട്ട താഴ്മയുടെ ആത്മാവ് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ. ദൈവ തേജസ്സിന്റെ മഹത്വവേഷം ഉയരത്തിൽ ഊരിവെച്ചിട്ട് ഈ ഭൂമിയിൽ മനുഷ്യവേഷം ധരിച്ച് മാനവവർഗത്തിന്റെ ഹൃദയങ്ങളെ, പാപത്തിന്റെ ചെളിപിടേണ്ട പാദങ്ങളെ തന്റെ ഹൃദയ രക്തത്താൽ കഴുകാൻ ഈ ഭൂമിയിൽ വന്ന സാക്ഷാൽ രക്ഷകനിൽ വിളങ്ങിയ താഴ്മ എൻ്റെ പ്രകൃതത്തിൽ വിളങ്ങത്തക്ക വിധം എൻ്റെ മേൽ താഴ്മയുടെ ആത്മാവ് തരണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ ജഡ സ്വഭാവത്തെ ജയിക്കണം. എൻ്റെ നിഗളാത്മാവിന്മേൽ എനിക്ക് ജയമെടുക്കണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് യോഗത്തിനകത്ത് ഇടപെടട്ടെ. ഒന്നാമത്, മയിലിൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അത് നിഗളത്തിൻ്റെ സ്പിരിറ്റാണ്, മറ്റുള്ളവരുടെ മുൻപിൽ മനോഹരമായത് എന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് അശുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ലൈംഗിക താല്പര്യമാണ്, ലൈംഗിക ആസക്തിയാണ്. കുടുംബജീവിതത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് വ്യക്തികളെ ഭരിക്കുന്ന ലൈംഗിക കൊതി. നിങ്ങൾ ഓർക്കുക, മോഹത്തോടുകൂടി സ്ത്രീയെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ എടുത്താൽ 9,30,00,000 മൈൽ അപ്പുറത്തുനിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണാൻ സൃഷ്ടിച്ച ഈ കണ്ണുകൊണ്ട് മൊബൈലിലും ലാപ്ടോപ്പിലും ഐപാഡിലും അശുദ്ധിയുടെ മ്ലേച്ഛ രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു പുത്തൻ തലമുറ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 25 വർഷങ്ങൾക്ക് പുറകിൽ പെന്തക്കോസ്തിന്റെ പിതാക്കന്മാർ പാപം എന്ന് പ്രസംഗിച്ചത് ഏതെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് പാപമാണോ? 95% പാപമല്ലാതായി മാറി. പാപത്തെ നാം ലഘൂകരിച്ചു.
ഞാൻ വാക്യമെടുത്ത് സ്ഥാപിക്കേണ്ട ഭാഗമാണെങ്കിലും ഞാൻ പറയട്ടെ, വിശുദ്ധന്മാർ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ ദുഃഖത്തോടെ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും എന്ന വിഷയം ഭയത്തോടെ കേൾക്കുക. രാത്രി ശ്രദ്ധിക്കുക. അശുദ്ധി എന്ന ലൈംഗികമായി അതിർവിട്ട ആസക്തി അതിൽ തന്നെ അവസാനിക്കില്ല. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റുകൾ യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കും. പക്ഷേ തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. നിരവധി തെളിവുകൾ നിരത്താം. ഞാൻ ഈ രാത്രി പറയട്ടെ, കഷ്ടതയുടെ നാളുകളിൽ ഒരു ഭക്തനിൽ വ്യാപരിച്ച ദൈവകൃപ സമൃദ്ധിയുടെ നാളുകളിൽ കൈവിട്ട് കളഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യും. ഞാൻ പദപ്രയോഗം വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഓർത്തുകൊള്ളുക. ഒരിക്കൽ ദാവീദ് എന്ന ഭക്തൻ പറഞ്ഞു, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. തീർന്നില്ല, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, അർദ്ധരാത്രിയിൽ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് യാമം തോറും പ്രാർത്ഥിക്കും. പക്ഷേ മാളത്തിലായിരുന്ന കാലത്തെ പ്രാർത്ഥനയാണിത്. മാളത്തിൽ നിന്നാൾ മാളികയിലെത്തി, പ്രാർത്ഥനയുടെ ട്യൂൺ മാറി. തിരുവെഴുത്തിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കുറിച്ച വാക്കുകൾ നിങ്ങൾക്കറിയാം. അത് കണ്ണുനീരിൽ മുക്കിയ തൂലിക കൊണ്ട് എഴുതേണ്ട വാക്കുകളാണ്. ആ സമയത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം. ദാവീദ് സന്ധ്യാസമയത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം രാവിലത്തെ പ്രാർത്ഥനയില്ല, ഉച്ചയ്ക്കത്തെ പ്രാർത്ഥനയില്ല, വൈകിട്ടത്തെ പ്രാർത്ഥനയില്ല, സന്ധ്യ വരെ കിടന്നുറങ്ങിയതിന് ശേഷം ഇല്ലേ. അത്താഴം കഴിഞ്ഞാൽ അരക്കാണം നടക്കണം, മുത്താഴമായാൽ മുള്ളിന്മേലും ശയിക്കണം എന്ന് മലയാള ഭാഷയുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള ഉറക്കമാകാം, എന്തുമാകട്ടെ. ഏതായാലും ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കണ്ണുപോയി. കണ്ണ് പോയതിൻ്റെ പുറകെ ആള് പോയി, ആള് പോയതിൻ്റെ പുറകെ ആള് വന്നു. ഈ സദസ്സിൻ്റെ മാന്യതയ്ക്കും എൻ്റെ നിലവാരത്തിനും പറയാൻ കൊള്ളാത്ത ഒരു കുട്ടിക്കല്യാണം കൊട്ടാരത്തിനകത്ത് വെച്ച് നടന്നു. സ്തോത്രം. ഇതിനിടയിൽ തന്ത്രപരമായ കരുതിക്കൂട്ടിയ കരുനീക്കത്താൽ അവളുടെ ഭർത്താവിനെ വധിച്ചു. നാട്ടിൽ എന്തായിരിക്കും വിശുദ്ധന്റെ മുഖം? പറയാം, ഞങ്ങളുടെ ദാവീദ് രാജാവിനെ പോലെ വിശാല ഹൃദയമുള്ളവരെ എവിടെ കിട്ടും? വല്ലാത്ത വിശാല ഹൃദയമോ, വേമ്പനാട്ടുകായൽ പോലെ കിടക്കുന്ന ഹൃദയം. ശ്രദ്ധിക്കണം, ഒരുത്തിയുടെ ഭർത്താവ് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള വേദന നിമിത്തം അങ്ങേരുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിക്കൊണ്ട് മഹാരാജാവ് വിശാല ഹൃദയം കാണിച്ചു. നിന്റെ പാപത്തെക്കുറിച്ച് നാട്ടുകാർ എന്തെല്ലാം ചിത്രീകരണം നൽകിയാലും അഗ്നി ജ്വലിക്കുന്ന ദൈവപുത്രന്റെ കണ്ണുകൾ അതിന്മേൽ ചൂഴ്ന്നിറങ്ങുന്നുണ്ട്. തൽക്കാലം ദൈവം ഇടപെടാത്തത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. എന്നാൽ താമസിക്കാതെ ദൈവത്തിൻ്റെ ദൂത് കൊട്ടാരത്തിൽ എത്തിയിരിക്കും. ആ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. നാഥാൻ കൊട്ടാരത്തിൽ വന്നതും ദാവീദ് പാപം ചെയ്തതിനും ഇടയിൽ എത്ര മാസം ഇടവേളയുണ്ട്? നാഥാൻ കൊട്ടാരത്തിൽ വന്നതിനും ദാവീദ് പാപം ചെയ്തതിനും ഇടയിൽ എത്ര മാസം ഇടവേളയുണ്ട്? കുറഞ്ഞത് 1 വർഷത്തെ ഇടവേളയുണ്ട്. കാരണം ബത്ശേബയിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ ഉള്ള പ്രായമെടുക്കേണ്ടി വന്നു. നിങ്ങൾ ഓർക്കുക, ആ കൊട്ടാരത്തിൽ ദാവീദ് എത്തിയിട്ട്, നാഥാൻ എത്തിയിട്ട് ദാവീദിൻ്റെ മുൻപിൽ ഒരു ഉദാഹരണത്തോടെ തുടങ്ങുകയാണ്. അശുദ്ധി എന്ന പാപത്തിൻ്റെ പ്രത്യാഘാതം ശ്രദ്ധിക്കണം. ആ ഉദാഹരണം, ഈ നാട്ടിൽ ധനാഢ്യനായൊരു മനുഷ്യൻ പറഞ്ഞു തുടങ്ങുകയാണ്. അയാൾക്ക് നിരവധി ആടുണ്ടായിരുന്നു. സാധുവായൊരു മനുഷ്യൻ. അയാൾ ഒരാടിനെ ആറ്റുനോറ്റ് വളർത്തിയിരുന്നു. ഓമനിച്ച് വളർത്തിയ ആട് അവൻ്റെ മടിയിൽ കിടക്കുകയും അവൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുകയും ചെയ്തിരുന്നു.
പക്ഷെ ധനാഢ്യൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ആ സാധുവിൻ്റെ വീട്ടിലെ ആ ആടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് അവൻ അതിഥികൾക്ക് വിളമ്പി. ഈ ക്രൂരത നിന്റെ നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നു. ഹോ, ഈ പ്രത്യേക സമയം എൻ്റെ ഭാവനയിൽ ചിലർക്ക് കോപം വന്നാൽ മൂക്കിൻ്റെ അറ്റം വേർക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നനഞ്ഞതുപോലെ, മൂക്കൊക്കെ വിയർത്തതുപോലെ, പുള്ളിയുടെ കൈപ്പിടി വാൾപ്പിടിയിൽ അങ്ങ് മുറുകി. ആരെവിടെ? ഒറ്റ പ്രഖ്യാപനം, അവൻ മരിക്കണം, അവന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. പക്ഷേ ഫുൾ സ്റ്റോപ്പിന് മുൻപ് നാഥാൻ മുഖത്ത് ചൂണ്ടി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ചങ്കിൽ ചാട്ടുളി പോലെ കയറിയ വാക്കുകൾ തകർന്നപ്പോ അകത്ത് ചെന്ന് വസ്ത്രം കീറി കരഞ്ഞെങ്കിലും നിങ്ങൾ അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേൽ എല്ലാം കാണുക സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ഹോ, തീ പാറുന്ന വാക്കുകൾ. കാലിലെ ചെരുപ്പൂരിയിട്ടിട്ട് മോശ തീയുടെ മുൻപിൽ നിന്നതുപോലെ കേൾക്കേണ്ട ഭാഷ. ഞാൻ പറയട്ടെ, സ്വന്തം വാ കൊണ്ട് പറഞ്ഞു 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ പകരം 4 മരണം തിരിച്ചു കൊയ്യാൻ പോകുന്നു ദാവീദേ. നിങ്ങൾക്കറിയാം, ബേത്ശേബയിൽ ജനിച്ച കുഞ്ഞു മരിച്ചു, 1 ഇരട്ടി. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു, 2 ഇരട്ടി. അബ്ശാലോം കരിവേലകത്തിൽ കെട്ടുഞാന്ന് ചത്തു, 3 ഇരട്ടി. അദോനിയ രാജകുമാരൻ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞു വസ്ത്രം കീറി കരയുമ്പോ 4 പെടുമരണങ്ങൾ സ്വന്തം വീട്ടിൽ സംഭവിച്ചത്. നീ പ്രവാചക വരേണ്യനായാലും അശുദ്ധി വിതച്ചാൽ നിന്റെ ജഡം കൊണ്ട് കൊയ്യത്തക്ക വിധം വിധി വരുന്നതിന്റെ തെളിവാ. ഇത് മന്ത്രവാദമല്ല, ഇത് ക്ഷുദ്രപ്രയോഗമല്ല, ഇത് ആവാഹിച്ചു വിട്ട ദുരാത്മവ്യാപാരമല്ല, ഇത് ചെയ്ത്തുദോഷമല്ല. സ്തോത്രം. ഇത് വരത്തുപോക്കല്ല. നീ വിതച്ചത് നിന്റെ ശരീരം കൊണ്ട് വീട്ടിൽ കൊയ്യുക. നിങ്ങൾ ഇന്ന് രാത്രി ഗൗരവത്തോടെ കേൾക്കണം. ഓ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഭാഷ ഞാൻ ഭയത്തോടെ കേൾക്കുന്നു. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേൽ എല്ലാം കാണെ സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. ഇന്ന് രാത്രി ആ ഗൗരവമേറിയ പദപ്രയോഗം ശ്രദ്ധിക്കണം. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ വളരെ ഭയത്തോടെ ഈ വസ്തുത ഗ്രഹിക്കണം. ഞാൻ പദങ്ങൾ തൊട്ടു മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ്, യഥാവിധി അശുദ്ധിയോട് ബന്ധപ്പെട്ടത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. 1, ശരീരത്തിന്മേൽ ദൈവത്തിന്റെ പിടിമുറുകി. ദാവീദിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. എൻ്റെ അസ്ഥി ഓട്ടുകഷണം പോലെ ആയിരിക്കുന്നു, എൻ്റെ നാക്ക് അണ്ണാക്കോട് പറ്റുന്നു, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഭോഷത്വം നിമിത്തമാണിത് സംഭവിച്ചത്. എൻ്റെ കൂട്ടുകാർ എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയാണ് ഭോഷത്വ നിമിത്തം വ്രണങ്ങൾ ചീഞ്ഞു നാറിയത്? ശരീരത്തിന്മേൽ ബലഹീനത. തീർന്നില്ല. നിങ്ങൾ ഓർക്കുക, അബ്ബ് പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷേ ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. ഒടുവിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കൊട്ടാരം ആക്രമിക്കാൻ വന്നപ്പോൾ 10 ഭാര്യമാരായ വെപ്പാട്ടികളെ കൊട്ടാരത്തിന്റെ കാവലേൽപ്പിച്ചിട്ട് തലയിൽ പൂഴി വാരിയിട്ട് ചെരിപ്പിടാതെ ഒലിവ് മലയുടെ കയറ്റം കയറി കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ, ഹോ, ഗൂഢാലോചന പറഞ്ഞുകൊടുത്ത അഹീതോഫേലിനെ കുറിച്ചുള്ള ഓർമ്മ നിമിത്തം കരഞ്ഞു പറയുന്ന വാക്കുകൾ ഓർമ്മയുണ്ടോ? എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞതെന്നെ പകയ്ക്കുന്നവനല്ല,
അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. തീർന്നില്ല. എൻ്റെ അപ്പൻ്റെ കണ്ണിന് നിന്ദ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ചോദ്യത്തിന് സഹപ്രവർത്തകർ പറഞ്ഞുകൊടുത്ത മറുപടി ലജ്ജയോടെ പറയട്ടെ, നിന്റെ അപ്പൻ്റെ ഭാര്യമാരെ എടുത്ത് വഴിയോര വെൺമാടങ്ങളിൽ ദുർമാർഗം ചെയ്യണം. ആ പ്രയോഗം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവർ അവന് വേണ്ടി വഴിയോര വെൺമാടങ്ങൾക്ക് മീതെ ഒരു കൂടാരമടിച്ചു. എന്താണ് വഴിയോര വെൺമാടങ്ങൾ? ചാക്ക് ശീലകൾ വലിച്ച് രാജാക്കന്മാർ വഴിയാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ്, അതിന് മീതെ ഒരു കൂടാരമടിച്ചു. എന്നിട്ട് ഈ ദുർമാർഗം ചെയ്യുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ പച്ചയ്ക്ക് കത്തി നിൽക്കുന്ന പട്ടാപ്പകൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൊഴികൾ വരെ പ്രവചിച്ചവൻ്റെ തലമുറ ഈ മ്ലേച്ഛത ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ വ്യാപരിച്ച കരം മന്ത്രവാദത്തിൻ്റെ കരമല്ല, ദൈവശിക്ഷയുടെ കരമായിരുന്നു. ഇന്ന് രാത്രിയെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയരട്ടെ പ്രിയപ്പെട്ടവരെ, ശബ്ദമുയരട്ടെ. ഞാൻ ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഒരുപാടുണ്ടെങ്കിലും അല്പ മിനിറ്റുകളൊന്ന് പ്രാർത്ഥനയ്ക്ക് എടുക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാവുന്നവർ കരം ഉയർത്തിപ്പിടിക്കണം. എൻ്റെ നിഗള സ്വഭാവത്തിന്മേൽ എനിക്ക് ജയമെടുക്കണം. എൻ്റെ അശുദ്ധിയുടെ സ്വഭാവത്തിന് എനിക്ക് ജയമെടുക്കണം. തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണ നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി നിന്നെ കൊണ്ട് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു വിധത്തിലും നിന്റെ മനസാക്ഷിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബന്ധിച്ചിരിക്കുന്ന പരിതസ്ഥിതികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ടിട്ട് അതിനെ വെട്ടിമാറ്റത്തക്ക വിധം വീണ്ടും ജനനത്തിൻ്റെ ശക്തി നിന്റെ വീട്ടിലേക്ക് പകരാൻ ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവ് രാത്രിയിലെ വ്യക്തികളെ പണിയുന്ന രാത്രിയാണ്. വേദപുസ്തകം അടച്ചാട്ട സമയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രി കൺക്ലൂഷനിലേക്ക് വരികയാണ്. അടുത്ത ദിവസം ബാക്കി ചിന്തിക്കാം. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരധരം പോലും അടഞ്ഞിരിക്കരുത്. കർത്താവ് ചില വ്യക്തികളെ ഇന്ന് രാത്രി ഇവിടെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. കർത്താവ് ചില വ്യക്തികളെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ആ അശുദ്ധിയുടെ ബന്ധനത്തിനകത്തു നിന്ന്, ആ മ്ലേച്ഛതയുടെ ബന്ധനത്തിനകത്തു നിന്ന്, ആ ആർത്തിയുടെ ബന്ധനത്തിനകത്തു നിന്ന്, ആ നിഗളത്തിന്റെ സ്പിരിറ്റിനകത്തു നിന്ന്, ആ ജഡമോഹത്തിന്റെ സ്പിരിറ്റിനകത്തു നിന്ന് കർത്താവ് ചില വ്യക്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് മീതെ ദൈവ തേജസ്സിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചില വ്യക്തികളെ ആത്മാവിൽ കാണുന്നു. സ്പർജനെ പോലെ ഉപയോഗിക്കപ്പെടേണ്ട, DL മൂഡിയെ പോലെ ഉപയോഗിക്കപ്പെടേണ്ട, അത് മേരി കോവൂരിനെ പോലെ ഉപയോഗിക്കപ്പെടേണ്ട ചില വ്യക്തികളുടെ മേൽ സാത്താൻ വരുത്തിയിരിക്കുന്ന കേടുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ ഇറങ്ങുന്നതിന് മുൻപ് ഇന്ന് രാത്രി അലറിക്കരയുന്ന രാത്രിയാകണം. ഓ ഗ്ലോറി! ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് നൽകുന്ന നിയോഗം ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവിടെ ഡ്രൈവിംഗ് അറിയാവുന്ന പ്രിയപ്പെട്ട കരമൊന്ന് ഉയർത്തിക്കേ. ഡ്രൈവിംഗ് അറിയാവുന്ന ഒന്ന് കരം ഉയർത്തിക്കേ. നിങ്ങൾ ഡ്രൈവിംഗ് ആദ്യം പഠിച്ച രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യം ഡ്രൈവിംഗ് പഠിച്ചത് സീറ്റിലോട്ട് കയറിയിരുന്ന സ്റ്റിയറിംഗ് പിടിച്ച്, സ്തോത്രം, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ആക്സിലേറ്റർ കൃത്യമായി കൊടുത്ത് ബ്രേക്കിലും അതേ ആക്സിലേറ്ററിലും ഗിയറിലും ഒക്കെ കയ്യും കാലും കണ്ണും ഒക്കെ ചെല്ലത്തക്ക വിധത്തിൽ ഓടിച്ചൊരു സമയമില്ലേ? ഇന്നോ വണ്ടിയിലോട്ട് കയറി ഇരുന്നാൽ ഉടനെ ഒരു കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച് സ്റ്റിയറിങ് ഒരു വിരലും കൊണ്ടും പിടിച്ച് ഇതിൽ ഗിയർ ഏത് സമയത്ത് മാറണമെന്ന് പോലും ചിന്തിക്കാതെ ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ മാറാൻ കാരണം എന്തെന്നറിയാമോ? ഒരു മനഃശാസ്ത്ര തത്വമാണ്. കൂടെ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ബോധതലത്തിൽ നിന്ന് ഉപബോധ തലത്തിലേക്ക് മാറുകയും ഉപബോധ തലം അത് ഏറ്റെടുത്താൽ ബോധതലത്തിൻ്റെ നിയന്ത്രണമില്ലാതെ ഉപബോധ തലത്താൽ അത് നിയന്ത്രിക്കപ്പെട്ട് ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആഗ്രഹമുണ്ട് പുറത്തു വരാൻ, പക്ഷെ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഉപബോധ തലം ആ പാപത്തിന്മേൽ പിടിമുറുക്കിയിരിക്കുന്നു.
എന്നാൽ ഇന്ന് രാത്രി അത് കെട്ടുപൊട്ടിച്ച് പുറത്തു വരത്തക്ക വിധം ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ യേശുവിന്റെ സാന്നിധ്യം ചില വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് ആത്മാവിൽ ചലിച്ചു കയറുന്ന രാത്രിയാണ്. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയരട്ടെ. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ എന്ന് നിങ്ങൾ വാ തുറന്നൊന്ന് പറഞ്ഞേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ. യേശുവേ എന്നിന്ന് രാത്രി വാ തുറന്നെന്ന് പറഞ്ഞേ. ഇന്ന് രാത്രി എനിക്ക് പുറത്തു വരണം കർത്താവേ, എനിക്ക് പുറത്തു വരണം. എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പാപബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാകണം. എൻ്റെ ജഡസ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സകല സാത്താന്യ സ്വാധീനത്തെയും ഇന്ന് രാത്രി അടിച്ചു പുറത്താക്കാൻ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കണം. ഒരാത്മമണ്ഡലത്തിൽ എൻ്റെ മേൽ ജീവൻ വ്യാപരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തുടങ്ങിക്കാട്ടെ. എല്ലാ സഹോദരങ്ങളും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റേ, ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റേ. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. ശബ്ദമുയരട്ടെ ദൈവമക്കളെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആരെയും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ശബ്ദമുയർത്തി കർത്താവിനോട് പറ. ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിന്റെ മുൻപിൽ പോലീസുകാർ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുമ്പോൾ വണ്ടി വീണ്ടും മുൻപോട്ടെടുത്താൽ നിശ്ചയമായും അപകടമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ കൺമുൻപിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ജഡത്തെ ഭരിക്കുന്ന നിഗള സ്വഭാവത്തിന്റെ മേൽ, ജഡത്തെ ഭരിക്കുന്ന അശുദ്ധിയുടെ സ്പിരിറ്റിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കാൻ, ലോകത്തെ ജയിക്കുന്ന ദൈവശക്തി ചില വ്യക്തികളുടെ മേൽ കർത്താവ് പകരാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് രാത്രി പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് നാം ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഒടുവിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ ഒന്ന് കണ്ണ് തുറന്ന് ശ്രദ്ധിക്കണം. ആ കരം ഉയർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, യാക്കോബ് പറയുന്നു, എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്നെ ഒന്ന് കണ്ണ് തുറന്ന് ശ്രദ്ധിക്കണം. കിട്ടാനുള്ള പണത്തിന് വേണ്ടിയല്ല, കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയല്ല, വിസയുടെ കാലാവധി തീരുന്നതിന് വേണ്ടിയല്ല, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീട് പണി തീരാൻ വേണ്ടിയല്ല, മക്കളുടെ വിവാഹത്തിന് വേണ്ടിയല്ല, സ്വന്തം പാപമോർത്ത് ഒടുവിലായി അലറിക്കരഞ്ഞ ദിവസം എന്നാണ്. ഇവാൻ റോബർട്ട്, വെയിൽസിന്റെ ഉണർവ് പുത്രൻ, ശക്തമായ ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞിറങ്ങുമ്പോൾ പുറകിൽ കൂടെ ചെന്നൊരു ദൈവദാസൻ ചോദിച്ചു, അങ്ങയേക്കാൾ വിദ്യാഭ്യാസം എനിക്കുണ്ട്, പക്ഷേ അങ്ങയുടെ 4-1 പോലും ഞാൻ പ്രയോജനപ്പെടുന്നില്ല. കാരണം എന്താണ്? തിരിച്ചൊരു ചോദ്യമായിരുന്നു ഇവാൻ ചോദിച്ചത്. ഒടുവിലായി സ്വന്തം പാപമോർത്ത് കവിണ് വീണ് കരഞ്ഞതെന്നാണ്. ഇന്ന് രാത്രി ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുന്നു. മറവിയുടെ മാറാപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള പലതും സർവശക്തന്റെ കണ്ണുകൾക്ക് മുൻപിൽ ശക്തമാണ്. കണക്ക് തീർക്കാതെ അവിടെ നടങ്ങിയിരിക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ദൂതിന് മുൻപിൽ എനിക്കൊരു വിശുദ്ധനാകണം, എനിക്കൊരു ജയജീവിതം നയിക്കണം, എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ,
എന്നാഗ്രഹിക്കുന്നവർ മാത്രം ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ തലമുറയുടെ ജയാളികളായി നിൽക്കാൻ ഈ കരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവന്റെ നാമത്തിൽ ഈ ഉയർത്തിയ കരങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ